രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മണ്ഡലത്തിൽ നിലനിൽക്കുന്നത് ഗുരുതര വികസന പ്രശ്നങ്ങൾ. തീരസംരക്ഷണവും ശുദ്ധജല ലഭ്യതയും മണ്ഡലത്തിൽ ജലരേഖയായതാണ് ആക്ഷേപമായി മാറുന്നത്. കോടികൾ മുടക്കിയ KSRTC ബസ് സ്റ്റാൻഡ് വികസനവും താലൂക്ക് ആശുപത്രിയുടെ ദുരവസ്ഥയും ഒക്കെ തന്നെയും ജനപ്രതിനിധിയുടെ പരാജയ ചിഹ്നമായി മാറുകയാണ്. ഹരിപ്പാട് KSRTC ബസ് സ്റ്റാൻഡിലെ വികസനത്തിനായി രമേശ് ചെന്നിത്തല മുൻകൈയെടുത്ത് കോടികൾ മുടക്കി പദ്ധതി നടപ്പാക്കിയെങ്കിലും യാത്രക്കാർക്ക് ഒരു പ്രയോജനവുമില്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണവും വേണ്ടത്ര ബസ്സുകൾ സർവീസ് നടത്താത്തതും എല്ലാം യാത്രക്കാരെ വലയ്ക്കുകയാണ്. കഴിഞ്ഞ 70 വർഷം രണ്ടുപേരും മാറി മാറി ഭരിച്ചു. എന്താണ് ഉണ്ടായത്? കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത് കോൺഗ്രസ് കുത്തക പോലെ നിൽക്കുന്നു. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് വയ്യാത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിങ്കിടികളെ നിർത്തുന്നു. അപ്പം ഇങ്ങനെ ചെയ്ത ഒരു അസംബ്ലിയിൽ ഇന്ന് ജനങ്ങൾക്ക് ദുരിതമല്ലാതെ മറ്റൊന്നുമില്ല. കുടിവെള്ള പ്രശ്നമായിട്ട്, യാത്രാ സൗകര്യത്തിൻ്റെ പ്രശ്നം, ഹരിപ്പാട് ആശുപത്രിയുടെ പ്രശ്നം, തെരുവുനായയുടെ ശല്യം, നമ്മൾ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ നിരവധി, ഹരിപ്പാട് KSRTC ബസ് സ്റ്റാൻഡ്. ദേശീയപാതയ്ക്കരികിൽ ദിനംപ്രതി 1000-ലധികം രോഗികൾ ചികിത്സയ്ക്കായി സമീപിക്കുന്ന ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയുടെ ദുരവസ്ഥയും മണ്ഡലത്തിലെ ജനങ്ങളെ ആകെ നിരാശപ്പെടുത്തുകയാണ്. നിർധന രോഗികൾ പ്രധാനമായും ആശ്രയിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം കൂടി നിലച്ചത് ആശുപത്രിയുടെ ദുരവസ്ഥ വെളിവാക്കുന്നതാണ്. ഹരിപ്പാട് നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ നിന്നും മരണപ്പെട്ടവരുടെ അവസ്ഥ ആര് പറയും? ഡയാലിസിസിൻ്റെ പിഴവ് മൂലം ഇന്ന് എന്തെങ്കിലും ഇതാ നോക്കൂ, 2 പേരാണ് മരിച്ചത്. ഒരാൾ ഹരിപ്പാടുകാരൻ, ഒരാൾ കായംകുളംകാരനുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഹരിപ്പാട്ടെ മരിച്ച അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയത്. ഇന്നും ആ കുടുംബത്തിന് നീതി കിട്ടിയിട്ടില്ലല്ലോ. തീരസംരക്ഷണം, ശുദ്ധജല വിതരണം തുടങ്ങിയ മേഖലകളിലും കടുത്ത പ്രതിസന്ധിയാണ് മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. ഇത് തീരപ്രദേശമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. കാർത്തികപ്പള്ളി, ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ എന്നൊക്കെ പറയുന്നത് തീരപ്രദേശങ്ങളാണ്. അവിടെ കടലാക്രമണം എന്നുള്ളത് നിത്യം എല്ലാ വർഷവും ആവർത്തിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ഈ കടലാക്രമണം ഉണ്ടായ സമയത്ത് ഞാനവിടെ പോയി ജനങ്ങളുടെ ദുരിതം കണ്ടൊരു ആളാണ്. ഞാൻ അപ്പോഴും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത് കടലാക്രമണം എന്നുള്ള പറയുന്ന പോലെ നമ്മൾ ബാങ്കിങ് ടൈമിൽ പറഞ്ഞ റെക്കറിംഗ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്ന പോലെ ഓരോ സൈക്കിളിലും ഓരോ സീസണിലും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. അത് പുതിയതായി ഉണ്ടാകുന്ന, സഡനായിട്ട് ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ കലാമിറ്റി അല്ല. അടിസ്ഥാന വികസനങ്ങൾ നിറവേറ്റുന്നതിൽ രമേശ് ചെന്നിത്തല ഹരിപ്പാട് മണ്ഡലത്തിൽ പരാജയമെന്ന ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. ജനം, ആലപ്പുഴ.